ശംസുൽ ഉലമയെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വിവരമാണ്. അത് മനസ്സിലാക്കി ഇനി അവരിൽ നിന്ന് ഒരാൾ തഖല്ലുഫായാൽ അവരെ എതിർക്കുക, അവരിൽ നിന്ന് വിട്ടു നിൽക്കുക, അതൊക്കെ അവരുടെ കമ്മിയും അവരുടെ ബാപ്പാന്റെ നുഫ്തുഫത്തിന്റെ പൗർവറവുമാണ്. അവരെ കുഴപ്പമല്ല. അത് അവരെ ബാപ്പാന്റെ ജനനേന്ദ്രിയ കുടിയിലൂടെ പുറത്തിറങ്ങിയ ബീജത്തിന്റെ ഉഴഫാണത്. അങ്ങനെ ചില വിഷയങ്ങളുണ്ടാവും. തന്തിയും തറവാടും അങ്ങനെ ചില വിഷയങ്ങളുണ്ട്. മഹാനായ ശംസുൽ ഉലമയിൽ നിന്നൊരാൾ വിട്ടുനിന്നാൽ അതവരെ കമ്മിയാണ്. എന്തുകൊണ്ട്? അസ്റിന്റെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടാൽ ആളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കമ്മിയാണ്. ആ കമ്മി എങ്ങനെ വന്നു? അല്ലാഹു ആലം. ആ കമ്മി ചിലപ്പോൾ ബാപ്പാന്റെ ബീജത്തിന്റെ കമ്മിയുമാകാം, തറവാടിത്തരത്തിന്റെ കമ്മിയാകാം, അല്ലെങ്കിൽ കുടുംബത്തിന് എന്നോ വന്ന കുരുത്തക്കേട് കാരണമാകാം. ഒരാൾ സുന്നിയായി ഒരാൾ സുന്നിയല്ല, രണ്ട് ഒരുപോലെയാണ്. നിങ്ങൾ വിചാരിക്കണ്ട. എവിടെയോ ഇവനൊരു കുരുത്തക്കേട് വച്ചിട്ടുണ്ട്. ആർക്ക് ആർക്ക്? സുന്നി അല്ലാത്തവനൊരു കുരുത്തക്കേടുണ്ട്. എവിടെ? അല്ലാഹു ആലം. തപ്പണ്ടവര് തപ്പിയാൽ ഒരാൾ മുജാഹിദായതിന്റെ കാരണം പറയും, കാരണം അറിയും. അതിന് തപ്പണ്ട കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവും, ഒരു കാരണം ഉണ്ടാവും. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ശംസുൽ ഉലമയെ പോലെയുള്ള ഒരു മഹാനെ അവരുടെ അസ്റിൽ അങ്ങനെ അപൂർവമായ ഒരു ആളാണ്. ആ ആള് ജനത്തെ നേരായ വഴിയിലേക്ക് നയിച്ചപ്പോൾ അതിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവന്റെ എന്തോ ഒരു കമ്മി ഓനുണ്ട്.